ഓരോ ദിവസവും അവന്റെ കസ്റ്റമർ പോകുന്നത് അവൻ തിരിച്ചറിയുന്നില്ല. കാരണം ഒന്നല്ലെങ്കിൽ നമ്മൾ അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. നമുക്കറിയാം, നോക്കിയ കമ്പനി പൂട്ടുമ്പോൾ അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് ഒന്നില്ല. യഥാർത്ഥത്തിൽ അവരുടെ മിസ്റ്റേക്ക് എന്തായിരുന്നു? അവർ അപ്ഡേഷൻ വന്നില്ല എന്നാണ്. ഇപ്പുറത്ത് ആൻഡ്രോയിഡും പല അപ്ഡേഷനുകളൊക്കെ വന്നപ്പോൾ അവർ കോമ്പറ്റീറ്ററെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കോമ്പറ്റീറ്റർ നമ്മളിൽ ഇങ്ങാട്ടി കൂടുതൽ കഴിവുകൾ പുറത്തെടുത്താൽ നമ്മൾ അതിനെ തരണം ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സമയത്തും കസ്റ്റമറെ ഇന്റേണലും എക്സ്റ്റേണലായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. കസ്റ്റമറുടെ അപ്ഡേറ്റ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. കസ്റ്റമറിന് എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ കൊടുത്താൽ മാത്രമേ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റർ അവർക്ക് എന്തൊക്കെ കൊടുക്കും അതിനെ തരണം ചെയ്ത് എനിക്ക് എന്തൊക്കെ കൊടുക്കാൻ കഴിയും എന്ന രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ അവന്റെ കസ്റ്റമർ കൂടുകയുള്ളൂ. അവന്റെ കസ്റ്റമർ ഉള്ളത് പോകാതിരിക്കുകയും ഭാവിയിൽ ഒന്നുള്ള രണ്ടാകാനും 150 കസ്റ്റമറുള്ള 200 കസ്റ്റമർ ആവാനും അവന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ കസ്റ്റമർ ഇവാലുവേഷൻ എല്ലാ സമയത്തും, എല്ലാ മന്ത്ലിയും അല്ലെങ്കിൽ എല്ലാ വീക്കിലും അല്ലെങ്കിൽ ഇയർലിയും അല്ലെങ്കിൽ ക്വാർട്ടറിലും നമ്മൾ എപ്പോഴും ലിസ്റ്റ് എടുത്ത് നോക്കണം. ഇന്നുണ്ടായിരുന്ന കസ്റ്റമർ നാളെ എനിക്ക് ഉണ്ടാവുമോ, അത് ഇന്നലെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്ന കസ്റ്റമർ എത്ര എനിക്ക് മിസ്സായി, അത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കി പ്രയത്നിച്ചാൽ മാത്രമേ അവന്റെ സെയിൽസ് കൂട്ടാനും അവന്റെ സെയിൽസിൽ നല്ല വിജയം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ.